ഈദ്ഗാഹ്. അത് മുസ്ലിമീങ്ങൾക്ക് പെരുന്നാൾ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും അവരുടേതായ സ്വന്തത്തിലുള്ള വഖഫ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും ദാനം കൊടുത്തതോ അല്ലെ വിലയും കൊടുത്ത് വാങ്ങിയതോ ആയ സ്ഥലങ്ങളാണ്. അത് മുസ്ലിമീങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയാണ്. അവിടെ വെച്ച് നിസ്കരിക്കുന്നതിൽ ഒരു അഭിമാനക്ഷതമൊന്നുമില്ല. വേറൊരു കൂട്ടരുണ്ട്, സുബ്ഹാനല്ലാഹ്, ഈദ്ഗാഹിന് ബോർഡ് വെക്കുക, നിസ്കരിക്കുന്ന വരുന്ന ആ സ്റ്റേഡിയം ഗ്രൗണ്ട് എന്ന് അല്ലെങ്കിൽ സ്കൂൾ മൈതാനിന്ന്. അത് മുസ്ലിമീങ്ങളുടെ സ്ഥലം, എല്ലാവർക്കും ഉള്ള സ്ഥലമല്ലേ. അവിടെ നിന്ന് പോയിട്ട് നിസ്കരിക്കണം. നമ്മളെ പള്ളിയിൽ വെച്ചിട്ട് പള്ളിയിൽ നല്ല സൗകര്യമില്ലേ? മസ്ജിദുൽ ഹറാമിലല്ലേ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത്? മക്കയില് അത് മക്ക ശരീഫ് നമ്മുടെ കേന്ദ്രമല്ലേ, അങ്ങോട്ട് തിരിഞ്ഞല്ലേ നിസ്കരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, അതൊരാളെ കുതിരയാക്കുന്ന ആളെ പൊട്ടനാക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. എനിക്ക് ഈദ്ഗാഹ് അല്ലട്ടോ, അത് സ്റ്റേഡിയം ഗ്രൗണ്ട്. സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ട് ഒരു ഫ്ലക്സ് ബോർഡ് എഴുതിയേക്കുക, ഈദ്ഗാഹ്. എന്നാ ഈദ്ഗാഹോ? പണ്ടൊരാളെ പറ്റി പറയലുണ്ടായിരുന്നു, ഒരാള് വെല്ലത്തിന്റെ പൂപ്പിന്റെ മോള് ഭരണിന്റെ മോള് കുരുമുളക് എഴുതി വെച്ചു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇതെന്തിനാ ആചാരം? അത് ഇറുമ്പുകാരാണ്. ഇതുപോലത്തെ ഒരു പരിപാടി വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കുരുമുളക് നേതി വെച്ചാല് അതുകൊണ്ട് ഇറുമ്പ് കയറാതിരിക്കുമോ? ഇതുപോലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് ഈദ്ഗാഹ് ഈദ്ഗാഹാവോ? ആവൂലല്ലോ. അതേ സമയത്ത് അതേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ചു, പെരുന്നാൾ നിസ്കാരത്തിന് പുണ്യം പള്ളിയാണ്. ആ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം. അതുപോലെ വേറെയും ചില ജമാഅത്തായുള്ള നിസ്കാരം, തറാവീഹും അതുപോലെ ഗ്രഹണ നിസ്കാരവും അതുപോലെയുള്ള പല നിസ്കാരങ്ങളും പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടും. എന്നാൽ അല്ലാത്ത നിസ്കാരങ്ങൾ അത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ വീട്ടിലാണ് കൂടുതൽ പുണ്യം. കാരണം വീട്ടിലും പടച്ച റബ്ബിന്റെ ഇബാദത്ത് നടക്കട്ടെ എന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.